10 വർഷത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം ദൈവം എനിക്ക് സാധിച്ചു തന്നു. എന്റെ മിക്ക ഫ്രണ്ട്സിനും സിബ്ലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കാരും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഒരു അനിയത്തിനെ തന്നത്. എനിക്ക് അനിയന്മാരിൽ അത്രയും താല്പര്യമില്ലെങ്കിലും ഒരു അനിയത്തിനെ കിട്ടിയാൽ മതി ദൈവമേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എനിക്ക് ഈ പെൺകുട്ടികളൊക്കെ മുടി കെട്ടി കൊടുക്കാനും അവരൊരുക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതറിഞ്ഞിട്ടായിരിക്കും ദൈവം എനിക്കൊരു അനിയത്തിനെ തന്നെ തന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സിബ്ലിംഗ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കുട്ടിക്ക് പെട്ടെന്ന് അറ്റൻഷൻ കുറയുമ്പോൾ ഒരു സങ്കടവും വിഷമമൊക്കെ. പക്ഷെ ദേവുവിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് ഒട്ടും തോന്നിയിട്ടില്ല. കാരണം ദേവുവിന് അനിയത്തിനേക്കാളും ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് ട്ടോ നോക്കിയേക്കണത്. ചെറുതിലെ മുതലേ ദേവുവിന്റെ മിക്ക കാര്യങ്ങളും നോക്കിയേക്കണ ഞാനാണ് ട്ടോ. ആരും എന്നെ നിർബന്ധിച്ചത് കൊണ്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിച്ചുണ്ടായ ഒരു അനിയത്തിയായത് കാരണം. പണ്ട് അമ്മേനോട് എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞ് നീ പെട്ടെന്ന് വലുതായി പോണെന്ന്. പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അൺടിൽ ദേവു കംസ്. ദേവു വന്നതിന് ശേഷം എനിക്കതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. കാരണം എത്ര പെട്ടെന്നാണ് ദേവു വലുതാവണത്. ദേവു ഇപ്പോഴും ചെറുതായി തന്നെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. വർഷങ്ങൾ പോയതറിഞ്ഞില്ല. അങ്ങനെ ഇന്ന് ദേവുവിൻ്റെ 7th ബർത്ത്ഡേ ഉണ്ടാ. അങ്ങനെ ദേവു ഒരു 7 വയസ്സായി. 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കൊരു കുറവുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം തള്ളി പിടിക്കും. അതിനനുസരിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഓടി വരും. കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവു എൻ്റെ അത്രേ കൂട്ടെ. എനിക്കതൊട്ടും സഹിക്കാൻ പറ്റൂല. സംഭവം ഇപ്പൊ തന്നെ ദേവുവിന് എൻ്റെ അത്രയും പൊക്കോയി. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഏതാണ് അനിയത്തി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാവും. ഈ വീടിന് ദേവ് ഫ്യൂച്ചറിൽ കാണുമെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. യു ആർ ഗ്രോയിങ് അപ്പ് ടു ഫാസ്റ്റ്. എത്ര പെട്ടെന്നാണ് ഈ വലുതാവണത്. ആൻഡ് എനിക്ക് എപ്പോഴും ഇനി എനിക്കൊരു കുട്ടി ഉണ്ടായാൽ തന്നെ ദേവു ആയിരിക്കും എൻ്റെ ആദ്യത്തെ കുട്ടി. ഓക്കെ, ഐ ലവ് യു സോ 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 മച്ച്. ആൻഡ് ടുഡേ യു ആർ ടേണിംഗ് 7 ആൻഡ് ഐ എം സോ ഹാപ്പി.